ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട്, അഴിവിട്ടുണ്ട്. ആണോ? ഇങ്ങ് വരും, നമുക്ക് മൈക്കിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരാൾ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വേറൊരു മെയിൽ ഫ്രണ്ടിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രണയിക്കുന്ന കൂട്ടുകാരുണ്ടോ കൂടെ? ഉണ്ടോ? നമുക്ക് മാത്രമില്ല. ഇപ്പൊ നമ്മൾ ഒരാൾ സിൻസിയർ നിൽക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് അതെനിക്ക് എന്റെ കോൺസെപ്റ്റിന് അത് ശരിയല്ല. നിങ്ങക്ക് ഇത്രയും നാൾക്കിടയിൽ വന്ന പ്രപ്പോസലിന്റെ നമ്പർ ഒന്ന് പറയാൻ പറ്റൂ? പറഞ്ഞേ ഞാൻ വിശ്വസിക്കൂല. ഈ പ്രണയത്തിലെ കലിപ്പനും കാന്താരിയും കോൺസെപ്റ്റിനോട് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറയണെങ്കിൽ അത് അവരുടെ ഒരു ടോക്സിക് എന്ന് ഞാൻ പറയും. എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണം. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ വേറെ രീതിയാണ്. നമ്മൾ വീണ്ടും ഒരു പ്രണയ ദിനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ. പ്രണയത്തിന്റെ സങ്കല്പങ്ങൾ കുറേ മാറിയിട്ടുണ്ട്. പഴയതല്ല, ഇപ്പോൾ പുതിയ സങ്കല്പങ്ങൾ പുതിയ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വുമൺസ് കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടി. സോ ലെറ്റ്സ് ഗോ. നമ്മൾ വാലന്റൈൻസ് ഡേക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ്. പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെയോ? ഉണ്ട്. പ്രണയത്തിലാണോ ഇപ്പം? അതെ അതെ, രണ്ടുപേർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ റെഡ് ഫ്ലാഗ് എന്ന് കരുതുന്നത് എന്തൊക്കെയാണ്? റെഡ് ഫ്ലാഗ് എന്ന് കരുതുന്നത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കൈ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വേറെ റെഡ് ഫ്ലാഗ് എന്ന് പറയാനായിട്ട് ഇല്ലല്ലോ. അതാണ് എൻ്റെ കൺസെപ്റ്റിലുള്ള റെഡ് ഫ്ലാഗ്. എൻ്റെ ഏകദേശം അങ്ങനെ തന്നെയാണ്. ടോക്സിക് അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ആവശ്യമില്ലാതെ കൈകടത്തുന്ന അതും. പിന്നെ വേറെ റെഡ് ഫ്ലാഗ് എന്ന് പറയാനായിട്ട് നമുക്കോടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് തരണം. രണ്ടുപേരുടെ ഒപ്പീനിയൻ അതേപോലെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗ് എപ്പോഴേലും വന്നിട്ടുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. അത് സാഹചര്യങ്ങളനുസരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, കുറേയല്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പരിധി വരെ നമ്മൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കുമല്ലോ. അതാണല്ലോ പ്രണയം. വിട്ടുവീഴ്ചകൾ വന്നിട്ടുണ്ടോ പ്രണയത്തിൽ? വിട്ടുവീഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മുമ്പത്തെ പ്രണയത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഇതേപോലെ വന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച കൊടുക്കും. പക്ഷേ ചിലതിലങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ ബെസ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ, അതിലെങ്ങനെയാ? താല്പര്യമില്ല. അങ്ങനെ ഒരു കൂട്ടുകാരി നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? എനിക്കതിനോട് ഇഷ്ടമല്ല. പക്ഷേ ബെസ്റ്റ് ആണെങ്കിൽ റിലേഷൻ വെച്ചിട്ട് ബെസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. എനിക്കെന്താ ഇഷ്ടമല്ല, ഞാൻ എന്തായാലും പറയും ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. ഓക്കെ. അപ്പം ഒരു കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ താല്പര്യമില്ലെന്നാണ് പറയുന്നത് ആണ്. പക്ഷെ ഒരാള് കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിൽക്കുവോ കൂടെ? ചെക്കനല്ല, ഒരു പെൺകുട്ടി ഫ്രണ്ടിന് ഭയങ്കര ഒരാളോട് ഇഷ്ടമുണ്ട്, ഒരു സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ കൂടെ നിൽക്കുവോ? കൂടെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അവളെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യും. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് വന്ന ഒരു പ്രപ്പോസൽ ഏതാണ്? അങ്ങനെ വന്നിട്ടില്ലേ? അപ്പൊ മൊത്തം എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട്? വന്നിട്ടില്ല. ഇത് ആദ്യത്താണോ? വന്നിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എന്നാലും അത്യാവശ്യം വരുമെന്ന് തോന്നുന്നു. ആരെങ്കിലും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ക്രഷ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണ്. കമ്മിറ്റഡ് ആയിട്ടേ ഇല്ല ഇതുവരെ? ഇല്ല. റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ റിലേഷൻഷിപ്പിലായ കൂട്ടുകാരുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോ കേൾക്കാറുണ്ട് റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്, കുറെ ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്. ആ ടേംസ് എന്താ? അങ്ങനത്തെ റെഡ് ഫ്ലാഗ് ഉള്ള കൂട്ടുകാരുണ്ടോ കമ്മിറ്റഡ് ആയിട്ടുള്ള? ഇല്ല, ആർക്കും ഇല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പാണ്, ഒരു കുഴപ്പമില്ല. ഈ റെഡ് ഫ്ലാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയുമോ? റിലേഷൻഷിപ്പിനിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കാണും, അതവര് എന്തെങ്കിലും ഒരു ടേം വെച്ച് അങ്ങ് ഡിഫൈൻ ചെയ്യും. നമ്മളിപ്പോ കുറെ ടേം കേൾക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് അല്ല, സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റി, അങ്ങനെ കുറെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ്? താല്പര്യമുണ്ടോ? ബെസ്റ്റിയോടൊന്നും താല്പര്യമില്ല. എന്താ ഈ ബെസ്റ്റി എന്ന് അറിയുമോ? ബെസ്റ്റി ഇപ്പൊ ഫുള്ള് ബെസ്റ്റി മീൻസ് നമുക്കൊരു താല്പര്യമില്ലായ്മയാണ് അവിടെ കാണുന്നത്. ബെസ്റ്റിയുടെ അർത്ഥം എന്താണ്? ഒരു കറക്റ്റ് അർത്ഥം ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇപ്പൊ നമ്മൾ കേട്ട് വരുന്ന ആ ഒരു ബെസ്റ്റി കോൺസെപ്റ്റിനോടാണെങ്കിൽ താല്പര്യമില്ല. എന്താണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്? അതാണ് ഇപ്പൊ കേൾക്കുന്ന കോമൺ ആയിട്ട്. അത് താല്പര്യമില്ല നിങ്ങൾക്ക്? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റി അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പൊ ആകുന്നെങ്കിൽ റിലേഷൻഷിപ്പ്. ഓക്കെ. അപ്പം നിങ്ങൾ ഇനി
പ്രപ്പോസൽസ് നിങ്ങൾക്ക് വരാറുണ്ടോ? ഉണ്ട്. വന്ന പ്രപ്പോസലിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന മെമ്മറബിൾ പ്രപ്പോസൽ ഏതാണ്? തോന്നിയിട്ടില്ല. അല്ല, ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നത് ഏതാണ്? കൊള്ളാം, ഈ ഓക്കെ ഞാൻ എപ്പോഴേലും പ്രണയിക്കുകയാണെങ്കിൽ ഇവനെ പ്രണയിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയത് ആർക്കും തോന്നിയിട്ടില്ല. ഓക്കെ. പ്രണയദിനത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ശരിയോ? ഉണ്ട്. പ്രണയത്തിലാണോ ഇപ്പം? ആണ്. ആളോ? അല്ല. എന്ത് പറ്റി, ബ്രേക്കപ്പ് ആയോ? അല്ല, അതിനോടൊന്നും വലിയ ഒരു കുറച്ചുകൂടെ അടുത്തോട്ട് വരൂ, പറഞ്ഞു. അങ്ങനെയല്ല. താല്പര്യമില്ലേ? അതോ താല്പര്യമുണ്ട്, പക്ഷെ എന്നാലും ഇല്ല. എന്നാലും വലിയ ഒരു ഇൻട്രസ്റ്റഡ് അല്ല. മുന്നേ പ്രണയം ഉണ്ടായിട്ടുണ്ടല്ലോ? ഉണ്ടായിട്ടുണ്ട്, അഴിവിട്ടുണ്ട്. ആണോ? ഇങ്ങ് വരൂ, നമുക്ക് മൈക്കിൽ നിന്ന് സംസാരിക്കാം. എല്ലാരും ഇപ്പം എന്തോന്ന് ക്രഷ് ഫാക്ട് മാത്രമാണല്ലോ. എല്ലാരും ക്രഷ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് അറിയുന്നത് സംഭവം സത്യത്തിൽ എന്താ നടന്നതെന്ന്. ഓക്കെ, നമുക്ക് പ്രണയത്തിലുള്ള ആളോട് പറയാം. എത്ര നാളായി റിലേഷൻ തുടങ്ങിയിട്ട്? 2 year ആയി. എങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെയാണ്? ഈ റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട് റിലേഷൻഷിപ്പില്. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സ്വന്തം റിലേഷൻഷിപ്പിൽ? റെഡ് ഫ്ലാഗ് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് എന്തായിരുന്നു പറ്റിയത്? ബ്രേക്കപ്പ് ആയി. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, പ്രോബ്ലം എന്തായിരുന്നു? ഫാമിലി ഇഷ്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ബേസ് അവര് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മ്യൂച്വലായിട്ട് ബ്രേക്കപ്പ്. അങ്ങനെ ഇപ്പൊ പുതിയ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നമ്മളിപ്പോ കുറെ കേൾക്കുന്ന ടേമാണ് റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെ ഇന്നെ റെസ്പോണ്ട് ചെയ്യുന്നത്? താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഒരു ആവശ്യമില്ല അവിടെ, സത്യം പറഞ്ഞാണ്. എല്ലാവരും എന്തോന്നു, നമുക്കിപ്പോ ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരാളും നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വേറൊരു മെയിൽ ഫ്രണ്ടിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇമോഷണലി നമ്മളിപ്പം ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ആളിൻ്റെ അടുത്തല്ലേ പറയുള്ളൂ. ഇപ്പോൾ കോമൺലി നടക്കുന്നത് ഒരാളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യും. നമ്മൾ അത്രയ്ക്കും ഭയങ്കര ഡീപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ഓൾറെഡി അങ്ങോട്ട് പോയി പറയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ആൾ ഇതൊന്നും അറിയാതെ എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്, പൊതുവെ കാണുന്നത് ആണ്. താല്പര്യമില്ല. അപ്പൊ കൂടെ ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് മറ്റേ സിറ്റുവേഷൻഷിപ്പിലാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഉറപ്പായിട്ടും ബ്രേക്കപ്പ് ആണ്. ഞാൻ അങ്ങനെയല്ല, കൂടെ ഒരു കൂട്ടുകാരി ഒരു സിറ്റുവേഷൻഷിപ്പിലാണെങ്കിൽ എന്തായിരിക്കും ഉപദേശം കൊടുക്കുന്നത്? ഉറപ്പായിട്ട് ഉപദേശിക്കും അത് ശരിയല്ല. ഇപ്പൊ നമ്മൾ ഒരാൾ സിൻസിയർ നിൽക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് അതെനിക്ക് എന്റെ കോൺസെപ്റ്റിന് അത് ശരിയല്ല. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പം എത്ര പ്രപ്പോസൽ കിട്ടി കാണും നിങ്ങൾക്കിപ്പം മൊത്തത്തിൽ? എണ്ണമില്ല, കുറെ ഉണ്ട്. ഇങ്ങനെ 10 കൂടുതലാണോ? അത്ര ഒന്നുമില്ല. ഓക്കെ, 5 എത്ര? 5 തന്നെ വരുമോ? ഇല്ല, 10 കൂടും. എനിക്ക് വയ്യ. ഓക്കെ, കിട്ടിയതിൽ തന്നെ ഓർത്തിരിക്കുന്ന മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഏതാ? അതെന്റെ ബോയ് ഫ്രണ്ടിന് ഇപ്പോഴത്തെ ഡ്രീമി ഒരു അങ്ങനെയല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് വന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ഓക്കെ, ഞാനില്ലാന്ന് അങ്ങ് വിടും. ആ ഒരു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഈ ആംബിയൻസ് കാണുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ നിന്ന് ഉൾവലിഞ്ഞ് അങ്ങോട്ട് പോകും. അതിലോട്ട് ഡീപ്പായിട്ട് നോക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഓക്കെ, അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് ആരും ഇല്ല ലൈഫില്? ഇല്ല. പ്രണയിക്കുന്ന കൂട്ടുകാരുണ്ടോ കൂടെ? ഉണ്ടോ? നമുക്ക് മാത്രം ഇല്ല, ഇതുവരെ ഇല്ല. അങ്ങനെയൊക്കെ പറയാതെ അത് മോശം. അങ്ങനെ അവള് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. പ്രണയിക്കുന്ന കൂട്ടുകാരെ കണ്ടപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നിയത് എന്താണ്? ക്രിഞ്ചായിട്ട് മീൻസ് നമുക്ക് നമ്മളിത് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ക്രിഞ്ചായിട്ട് തോന്നൂല. പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ ഇത്രയും നാൾ സിഗ്മ എന്ന് പറഞ്ഞിടക്കും ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ വാലന്റൈൻസ് ഡേ തലേന്ന് സിഗ്മ എന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഈ പ്രണയത്തിലെ കലിപ്പനും കാന്താരിയും കോൺസെപ്റ്റിനോട് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറയണെങ്കിൽ അത് അവരുടെ ഒരു ടോക്സിക് എന്നേ ഞാൻ പറയുള്ളൂ. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. അത് അവരുടെ ഡ്രസ്സിങ്ങിനായിരുന്നാലും എന്തൊരു സിറ്റുവേഷൻ ആയിരുന്നാലും. ഇപ്പം എല്ലാവരും പറയില്ലേ ഗ്രീൻ ഫോറസ്റ്റ് അതൊക്കെ എന്ന് പറയുമ്പോൾ 2 സൈഡിൽ നിന്നും ഗ്രീൻ ഫോറസ്റ്റ് വേണം. അത് ബോയ് എന്നെ അങ്ങനെ നിൽക്കണം, ഗേൾ എന്നെ അങ്ങനെ നിൽക്കണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ കലിപ്പൻ്റും കാന്താരി ആ കോൺസെപ്റ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെന്ന് പറയുമ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. നമ്മുടെ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനത്തെ കുറേ ഫ്ലിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേരുകളിൽ നമ്മൾ അറിയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻഷിപ്പിലാണെങ്കിൽ താല്പര്യമുണ്ടോ? ഇല്ല, ഒട്ടും താല്പര്യമില്ല. ഇപ്പം പറയാനാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇപ്പം തന്നെ ബെസ്റ്റി, അപ്പം
എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണം. ബെസ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ വേറെ രീതിയാണ്. അപ്പം അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒരു സിറ്റുവേഷൻഷിപ്പ് അതിനോടൊന്നും താല്പര്യമില്ല. നോക്കണമെങ്കിൽ സീരിയസ് ആയിട്ട് ഇനി എന്ത് സിറ്റുവേഷൻ വീട്ടിലായിരുന്നാലും എന്തൊരു പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കണം ഒരാളെ ആരായിരുന്നാലും നോക്കുള്ളൂ. അല്ലെ എല്ലാം പറഞ്ഞ് ഒരുമിച്ച് കൂടെ നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലിങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം അങ്ങനെ പറഞ്ഞ് പോണതിനോടും താല്പര്യമില്ല. വേറൊരാളോട് ഇഷ്ടം തോന്നിയിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇഷ്ടം തോന്നിയിട്ട് പോണത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടൊന്നും ഒരു താല്പര്യമില്ല എനിക്ക്. ബെസ്റ്റ് എന്തിനാണ്? നമുക്ക് ലൈൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് എല്ലാം പറയാമെങ്കിൽ പിന്നെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ആവശ്യമില്ല. മീൻസ് ബോയ്സ് ഫ്രണ്ട്സായിട്ടോ ഗേൾസ് ഫ്രണ്ട്സായിട്ടോ ഇങ്ങനെ നല്ലതാണ്. പക്ഷേ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയായിട്ട് പോകണമെങ്കിൽ രണ്ടുപേരെ അതിൽ പാടുള്ളൂ. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ വരുമ്പോഴാണ് ആ റിലേഷൻ ബ്രേക്കായി പോണത് പലയിടത്തും. പക്ഷേ ബെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വിയേർഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഒരു റെഡ് ഫ്ലാഗോ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്? ഞാൻ പറയണേ അങ്ങനെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഭയങ്കരമായിട്ടൊരു വലിയ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ നിന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സെയിം ഇത് തന്നെ എനിക്കും ഉണ്ടായിട്ടുള്ളത്. അത്രേ ഉള്ളൂ. മീൻസ് +1 +2 ഒക്കെ പഠിച്ച ടൈം ഏകദേശം ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൂ. ഒരു 10-20 പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായിട്ട് ഇപ്പോഴും കട്ടയ്ക്ക് മൈൻഡിൽ നിൽക്കണത് നമ്മളെ പിറകെ പട്ടിയെ പോലെ വന്ന് നമ്മളെ മൈൻഡ് ഫുള്ള് മീൻസ് അവരില്ലായിരുന്നു. ബട്ട് അവർ വന്ന് കുത്തി ഒരു 8-9 മാസമൊക്കെ പുറകെ നടക്കുമ്പം ഗേൾസ് അല്ലേ, നമ്മൾ സിംഗിളായിട്ട് നടക്കുമ്പോൾ ആർക്കാരും മനസ്സിൽ ചെറിയൊരു ഇത് തോന്നും. അങ്ങനെ തോന്നി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ ഇതാക്കിയിട്ട് പോകുമ്പം അത് ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ നല്ല ഒരാൾ നല്ല പുറകെ നടന്നിട്ടുണ്ട്. എൻ്റെ പുറകെ കട്ടയ്ക്ക് പുറകെ നിന്നിട്ട് ഞാൻ പക്ഷെ മൈൻഡ് ചെയ്തിട്ട് എന്തോ എനിക്ക് ആ ഒരു ഫീലിങ്സ് തോന്നാത്തതുകൊണ്ട് എല്ലാവരും പറയും അവൾ ഇത്രയും പുറകെ നടന്നിട്ട് മൈൻഡ് ചെയ്തിട്ടല്ല. നമുക്ക് ആ ഒരു ഫീലിങ്സ് തോന്നണമല്ലോ ആളോട്. അത് സൗന്ദര്യം നോക്കിയിട്ടോ അല്ലെങ്കിൽ പണം നോക്കിയിട്ടോ അങ്ങനെയല്ല. നമുക്ക് ആ ഉള്ളിൽ ഇതാണ് നമ്മുടെ സോൾമേറ്റ് എന്ന് നമുക്ക് തോന്നണം. അത് തോന്നണം ഒരാൾ വരുമ്പോൾ നമ്മൾ ഇഷ്ടമാണെന്ന് പറയും. അത് വന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഓക്കെ, ഉടനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഇങ്ങനെ കുറേ പേരുകളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ? ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലുള്ളവരോട് എന്താണ് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യം? അവരുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എനിക്കങ്ങനെ ബെസ്റ്റ് എന്ന കോൺസെപ്റ്റോ ഇതും അത് പറയുന്ന പോലെ തന്നെയാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അത് ഇപ്പം എന്നെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളെ ചീറ്റ് ചെയ്തുകൊണ്ടാവരുത് ഇതെല്ലാം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ്. സ്വന്തം ഇഷ്ടം തന്നെ. ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മുന്നത്തെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടോ? സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ്? പല രീതിയിൽ വന്നിട്ടുണ്ട്. പല ആൾക്കാരിൽ നിന്നും വന്നിട്ടുണ്ട്. മീൻസ് റിലേഷൻഷിപ്പിലുള്ള ആളെന്നല്ലാണ്ട് തന്നെ തേർഡ് പേഴ്സണിലൂടെ വന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നല്ലതാവുമെന്ന് വിചാരിക്കുന്നു. ഇതെങ്കിലും നല്ലതാകും എന്ന് വിചാരിച്ചു. ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വീടായിട്ടൊന്നും. മുന്നത്തെ റിലേഷൻഷിപ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ എന്താ പറയുക, അങ്ങനെ തേർഡ് പേഴ്സൺ അങ്ങനെ വേറെ പേഴ്സണിലൂടെ ഒന്നുമല്ല. മുന്നത്തെ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വേറെ പേഴ്സണിലൂടെ ആ വ്യക്തിയിലൂടെ തന്നെ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം റിലേഷനിലുള്ള ആളോട് യെസ് പറയാനുള്ള കാരണം എന്താണ്? എൻ്റെ ഒരു ടൈപ്പാണെന്ന് എനിക്ക് തോന്നി. അതേപോലെ വൈബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ആ ഒരു കണക്ഷൻ കിട്ടി. എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് എ ഹോം. എനിക്ക് എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കൊരു വീട് പോലെയാണ്. എന്തും നമുക്ക് ആ ആളിൽ ഇതാക്കാം എന്നുള്ളത്. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര കംഫർട്ട് സോണാണ്. നിങ്ങൾക്ക് ഇത്രയും നാൾക്കിടയിൽ വന്ന പ്രപ്പോസലിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോ എത്രയാണേലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂല. എന്നാലും സത്യസന്ധമായിട്ട് പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. എണ്ണീട്ടില്ല, എന്നാലും കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് 10+ ഒക്കെ എന്തായാലും ഉണ്ടാവും. എപ്പോഴും നമുക്ക് സ്കൂൾ കാലഘട്ടത്തെ പ്രണയം അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഓർക്കണം എന്നാണല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണല്ലോ. അപ്പോൾ കുറേ നാളിങ്ങനെ പുറകെ നടന്ന് അങ്ങനത്തെയൊക്കെ ആ ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് ലവ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് ഭയങ്കര ഒരു ഇപ്പോഴും ആലോചിക്കുമ്പോൾ
നല്ല രസമാണ്. എനിക്കിതേപോലെ സ്കൂൾ കാലഘട്ടത്തിലുള്ള പ്രണയം എപ്പോഴും സ്പെഷ്യലാണ്. അങ്ങനെ അല്ലാതെ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത പ്രണയം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല.